ചർച്ചകൾ വിഫലമായതോടെ ഇസ്രായേൽ ഇറാൻ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും 10ഓളം പേർ മരിച്ചു, 500ഓളം അടുക്കുന്നു ഇറാനിലെ മരണസംഖ്യ. ഒപ്പം തന്നെ ഇറാന്റെ ആക്രമണത്തിൽ, മിസൈലുകളും ഡ്രോൺ ആക്രമണത്തിലും ഇസ്രായേലിലും വലിയ നാശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആക്രമണം അവസാനിപ്പിക്കാതെ ആണ് ചർച്ചയിലേക്ക് ഇനിയില്ല എന്ന് ഇറാൻ നിലപാടെടുക്കുന്നു. ലോകരാജ്യങ്ങൾ നോക്കിയിരിക്കുകയാണ് എന്ത് സംഭവിക്കും എന്നുള്ളതിൽ. ദാവൂദ് സാർ, ഗസയെ ആക്രമിച്ചതുപോലെ ആയിരിക്കില്ല ഇസ്രായേലിനെ സംബന്ധിച്ച്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഇസ്രായേൽ തകരില്ലേ? അല്ല, ഇസ്രായേൽ തകരുമോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കാണേണ്ടൊരു കാര്യം, ഈ ഇറാൻ ആക്രമണം എന്ന് പറയുന്ന സംഗതി ലോകത്ത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. മറ്റൊരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്തിനാണ് ഇറാൻ ആക്രമിച്ചതെന്ന് ചോദിച്ചാൽ അതിന് അവർ പറയുന്ന കാരണം ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കുകയാണ്, ഒരു ഡിറ്ററൻറ്റ് എന്നുള്ള, ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്നുള്ള നിലക്ക്. അപ്പോൾ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്കാർക്കും അറിയില്ല. ഇനി അഥവാ അവരുണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക, നിയമപരമായിട്ട് അവർ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അവർ NPTയിൽ ഒപ്പുവെച്ചിട്ടുള്ള നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യമാണ്. പക്ഷെ അവർ അങ്ങനെ ഉണ്ടാക്കും എന്ന ധാരണയിൽ അങ്ങോട്ട് കയറി ആക്രമിക്കുകയാണ്. അതിന് ഇസ്രായേലിന് എന്താണ് അവകാശം? യഥാർത്ഥത്തിൽ അവർ ഉണ്ടാക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക, എന്താണ് അവകാശം എന്ന ചോദ്യം അവിടെ ഉണ്ട്. പക്ഷേ നമ്മളിതിൻ്റെ ഒരു പാരലൽ കാണേണ്ടപ്പോൾ എന്ന് വെച്ചാൽ 2003 അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം നടക്കുകയാണ്. അന്ന് എന്തിനാണ് ഇറാഖിനെ ആക്രമിച്ചത്? അമേരിക്ക മാത്രമല്ല, അമേരിക്കയും സഖ്യകക്ഷികളും. അന്നും അതിന് ഏറ്റവും കൂടുതൽ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേലായിരുന്നു. ഇറാഖിനെ നശിപ്പിക്കാതെ ലോകത്തിന് സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അന്ന് ഇറാഖിനെതിരെ എന്താണ് അമേരിക്ക ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം? ഇറാഖിൽ WMD ഉണ്ട്, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അന്ന് ഒരു കാര്യം ഓർക്കണം, അന്ന് UN ജനറൽ അസംബ്ലിയിലും കോളിൻ പവലുണ്ട്, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആണെന്ന് തോന്നുന്നു അദ്ദേഹം. കോളിൻ പവൽ വന്നിട്ട് പ്രസംഗിക്കുന്നുണ്ട് ഒരു ദിവസം. പുള്ളി ഒരു വയലുമായിട്ടാണ് വരുന്നത്, ചെറിയ കുപ്പിയില്ലേ, അതിങ്ങനെ പൊക്കി പിടിച്ചിട്ട്, ഇത് നോക്കൂ, ഇത് ഇറാഖിൽ നിന്ന് കൊണ്ടുവന്ന അതിൻ്റെ സ്പെസിമെനാണെന്ന് പറഞ്ഞുകൊണ്ട്. ആരും ചോദിച്ചൊന്നുമില്ല ഇത് എന്താ സാധനം എന്ന് ചോദിച്ചില്ല. ഒരു ചെറിയ കുപ്പിയായിട്ട് പുള്ളി വന്നു പ്രസംഗിക്കുന്നു. അത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുന്നു. ആന്ത്രാക്സ് എന്നാണ് പറഞ്ഞതില്ല, ഇറാഖിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് പൊക്കി പിടിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഇറാഖിനെ ആക്രമിക്കുന്നു. പിന്നെ നമുക്കറിയാം, ദശലക്ഷക്കണക്കിന് ആളുകളാണ് മരിക്കുന്നത്. ഡയറക്റ്റായിട്ട് മരിക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്, ഇൻഡയറക്റ്റായിട്ട് പട്ടിണിയായിട്ടും അങ്ങനെ എല്ലാതെയും മരിക്കുന്നു. പക്ഷേ അന്ന് ആ അധിനിവേശം 2003 ഇറാഖ് അധിനിവേശം നടക്കുന്ന സമയത്തുള്ള മാധ്യമങ്ങളുടെ ഒരു പരിചരണം, പ്രത്യേകിച്ച് വെസ്റ്റേൺ മീഡിയാസ് എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്തതെന്ന് നമ്മൾ നോക്കുമ്പോൾ അത് വാർ ക്രൈ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. എല്ലാ പടിഞ്ഞാറൻ മാധ്യമങ്ങളും, അത് അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും, ഇത് പ്രോഗ്രസീവ് ന്യൂസ് പേപ്പേഴ്സ് എന്നറിയപ്പെടുന്ന പത്രങ്ങൾ വരെ, ബ്രിട്ടനിലെ ദ ഗാർഡിയൻ പോലും ഒരു കണക്കിന് ആ നിലക്ക് പോയി, ഒബ്സർവർ, അങ്ങനെ ന്യൂയോർക്ക് ടൈംസും ഒബ്സർവറും മാപ്പ് പറയുകയുണ്ടായി. ഈ പറയുന്ന വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഇവർ കൊടുത്തിട്ടുള്ള അപസർപ്പക സ്വഭാവത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കഥകളിങ്ങനെ, ഈ സദാമിനെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ ഇങ്ങനൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലോകം മൊത്തം നശിക്കാൻ പോകുകയാണെന്നുള്ള മട്ടിൽ മാരകമായ സ്റ്റോറികൾ പത്രങ്ങളിലും ടെലിവിഷനിലും, അന്ന് ഈ ഡിജിറ്റൽ സ്പേസ് ഇന്നത്തെ പോലെ വന്നിട്ടില്ല, വ്യാപകമായ സ്റ്റോറികൾ അടിച്ചു വിട്ടുന്നു. ഒരുതരം ഇറാഖിനെതിരായിട്ടുള്ളൊരു വാർ ക്രൈ ലോകത്ത് മുഴുവൻ ഇങ്ങനെ ത്രസിച്ച് നിൽക്കുന്ന ഒരു കാലമായിരുന്നു. ആ ഒരു അങ്ങനത്തെ ഒരു മാനസിക അന്തരീക്ഷം ലോകത്ത് മൊത്തം ഉണ്ടാക്കിയിട്ട്, എല്ലാ ഗവൺമെൻറ്റുകളും ഉണ്ടാക്കിയിട്ടാണ് ആ ആക്രമണം നടത്തുന്നത്. അതിലൊക്കെ ഉള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആ ആക്രമണം നടക്കുമ്പോൾ ഇറാഖിനെയാണ് ആക്രമിക്കുന്നത്. ഏത് ഇറാഖിനെ? സദാം ഹുസൈൻ്റെ ഇറാഖിനെ. ഈ ഇറാഖിനെ ഉപയോഗിച്ചിട്ടാണ് അമേരിക്ക 10 വർഷം ഈ സദാം ഹുസൈനെ കൊണ്ടാണ് ഇറാനെതിരെ യുദ്ധം നടത്തിച്ചെന്ന് ഓർക്കണം. 8 വർഷം അല്ലെങ്കിൽ 10 വർഷം എന്ന് വേണമെങ്കിൽ പറയാം. 79 മുതൽ തുടങ്ങിയ യുദ്ധം. അന്ന് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ചരിത്രത്തിൻ്റെ ഒരു കാവ്യനീതി കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു ഇറാൻ. കാരണം 10 വർഷം തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത ഇറാഖ്, സദാം ഹുസൈൻ്റെ ഇറാഖിനെതിരെ, അന്ന് ആരാണോ സദാം ഹുസൈനെ പിന്തുണ കൊടുത്തത് അവർ തന്നെ ഇറാന് വേണമെങ്കിൽ അന്ന് ഇറാഖിൻ്റെ ഒരു ഭാഗം വേണമെങ്കിൽ പിടിച്ചെടുക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇറാഖ് അത്രത്തോളം ദുർബലമായി നിൽക്കുമായിരുന്നു ആ സമയത്ത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, അമേരിക്ക ഇത്രയും ട്രില്യൺ കണക്കിന് 3.2 ട്രില്യൺ അതിനുവേണ്ടി ചിലവായി എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും തുക ചിലവഴിച്ച് ഈ അധിനിവേശം നടത്തിയിട്ട് അവസാനം എന്താ സംഭവിച്ചത്? അമേരിക്ക അവിടെ ഒരു ലക്ഷ്യവും നേടിയില്ല. സദാം ഹുസൈനെ കൊല്ലാൻ പറ്റി. ഇറാഖ് എന്ന് പറയുന്നത് ഇറാൻ്റെ
ഇറാന് ഏറ്റവും സ്വാധീനമുള്ള ഒരു രാജ്യമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ 2003 ഇറാഖിനെതിരെ എന്തിനാണ് അന്ന് ഇറാഖിനെ തകർത്തത്? അത് ഇസ്രയേലിൻ്റെ ആവശ്യമായിരുന്നു. ഇസ്രയേൽ ഇങ്ങനെ കാണുകയാണ് ഏതോ ഒരു വിദൂര ഭാവിയിൽ ഇറാഖ് ഞങ്ങൾക്കൊരു ത്രെറ്റായി വരും, അപ്പോൾ അവനെ തട്ടിയേക്കാം എന്ന് വിചാരിക്കുന്നു. അതിന് അമേരിക്ക അത് ചെയ്തു കൊടുക്കുന്നു. അമേരിക്കയുടെ പൈസ ഉപയോഗിച്ച് അത് ചെയ്യുന്നു. ഇന്ന് അതേ കാര്യം തന്നെയാണ്. അന്ന് ഇറാഖിനെതിരെ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് ഇന്ന് ഇറാനെതിരെ പറയുന്നത്. ഈ പറയുന്ന നെതന്യാഹു 1992 മുതൽ ഇത് പറയുന്നുണ്ട്. 92 ഇദ്ദേഹം ഈ ഗ്നസെറ്റുണ്ട്, ഇസ്രായേലി പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നത് ഇറാൻ്റെ ത്രെറ്റിനെ കുറിച്ച്. അന്ന് അങ്ങനെ അവിടെ MP മാത്രമാണ്. അന്ന് അദ്ദേഹം പറയുന്നത് വിതിൻ ഇയേഴ്സ് എന്നാണ്. വിതിൻ ഇയേഴ്സ് ഇവർ ന്യൂക്ലിയർ പവറായി മാറും. അതിനുശേഷം 30 തവണ ഈ മനുഷ്യൻ ഉത്തരവാദപ്പെട്ട ബോഡികളിൽ ഈ സംഗതി ഉന്നയിക്കുന്നുണ്ട്. ഒരു തവണ UN ജനറൽ അസംബ്ലി 2 തവണ പറയുന്നുണ്ട്. അതിൽ വീക്സ് അവേ എന്നാണ് UN ജനറൽ അസംബ്ലിയിൽ പുള്ളി ഒരു കാർട്ടൂണായിട്ട് വരുന്നുണ്ട്, ബോംബിൻ്റെ ഒരു ചിത്രമായിട്ട്. അതിൽ ആ പ്രസംഗത്തിൽ പറയുന്നത് വീക്സ് അവേ, ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആവാൻ എന്ന ഒരു സംഗതി വീക്സ് അവേ. ഏതാനും ആഴ്ച കഴിഞ്ഞാൽ ആവുന്നു. 92 കേട്ടോ, മനസ്സിലാക്കണം. അത് 2002. 92 ഈ പരിപാടി തുടങ്ങുന്നത്. 30 തവണ 32 കൃത്യം പറഞ്ഞാൽ 32 തവണ ഉത്തരവാദപ്പെട്ട ബോഡികൾ ഇയാൾ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട് നെതന്യാഹു. അതിൻ്റെ ഒടുവിലാണ് കഴിഞ്ഞ ഈ 2 ആഴ്ച മുമ്പ് വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു, പോയി ആക്രമിക്കുന്നു. പക്ഷെ ഇത്തവണയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ അന്ന് ഇറാഖിനെ ആക്രമിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിൽ അതിനെതിരായ പ്രതിഷേധ പ്രകടനം നടന്നിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പടിഞ്ഞാറ് ലോകം, അമേരിക്ക, യൂറോപ്പ് മൊത്തം ആ ആക്രമണത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ഒരു പൊതുവായ അന്തരീക്ഷം അങ്ങനെയായിരുന്നു. ഇന്നത് നേരെ തിരിച്ചാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് എവിടെയാണ് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു പബ്ലിക് ഡിസ്കോഴ്സ് എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എവിടെയില്ല. അന്ന് മാധ്യമങ്ങൾ അതിനെ സമീപിച്ച് ജോൺ പിൽച്ചർ എന്ന് പറഞ്ഞ വിഖ്യാതനായ ഒരു ഡോക്യുമെൻ്ററി മേക്കറുണ്ട്, ഓസ്ട്രേലിയൻ ഡോക്യുമെൻ്റ്. അദ്ദേഹത്തിൻ്റെ ദ വാർ യു ഡോണ്ട് സീ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമുണ്ട്. അത് ശരിക്കും കാണേണ്ട ഒരു ഫിലിം, പ്രത്യേകിച്ച് മാധ്യമ വിദ്യാർത്ഥികൾ കാണേണ്ട ഒരു ഫിലിമാണത്. എങ്ങനെയാണ് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ അമേരിക്കൻ മാധ്യമങ്ങൾ, അതിൽ തന്നെ ലിബറൽ പ്രോഗ്രസീവ് മാധ്യമങ്ങൾ വരെ ഈ ഇറാഖ് അധിനിവേശത്തെ സാധ്യമാക്കിയത് എന്നതിനെക്കുറിച്ചുള്ള അതിഗംഭീരമായുള്ള ഡോക്യുമെൻറ്റേഷനാണ്. അതുമായിട്ട് ഇന്നത്തെ ഒരു അവസ്ഥയെ കമ്പയർ ചെയ്യുമ്പം അതിന് നേർ വിപരീത ദിശയിലാണ് നമുക്ക് കാണാൻ പറ്റും. ഈവൻ PS മോർഗനെ പോലുള്ള ഇസ്രായേലിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വാദിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പോപ്പുലറായുള്ള ഒരു ആങ്കറാണല്ലോ PS മോർഗൻ എന്ന് പറഞ്ഞാൽ, അവർ വരെ മാറ്റിപ്പിടിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ നമ്മളിതുവരെ പറഞ്ഞതുപോലെയല്ല, ഈ ചങ്ങായിമാർ ചുമ്മാ നുണ പറഞ്ഞ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന വികാരം വെസ്റ്റേൺ ഇൻഫ്ലുവൻസേഴ്സായുള്ള ആളുകൾ, പടിഞ്ഞാറൻ ചെറുപ്പക്കാർക്ക് അവർ ഇസ്രായേൽ നേരത്തെ തള്ളിക്കഴിഞ്ഞു. ഈ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒപ്പീനിയൻ മേക്കേഴ്സായിട്ടുള്ള ഗവൺമെൻറ് എക്സിക്യൂട്ടീവ്സൊക്കെ ആയിട്ടുള്ള ആളുകൾക്കിടയിൽ പോലും ഈ ചിന്ത വളരുകയാണ്, ഈവൻ അമേരിക്കൻ എക്സ്റ്റാബ്ലിഷ്മെൻറ്റിൽ പോലും. അതുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഓരോ ഡയലോഗ് അടിക്കുക എന്നുള്ളതല്ലാതെ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഒരാഴ്ച തരുന്നു, അല്ല 2 ആഴ്ച തരുന്നു, പിന്നെ ഗോ സ്മാഷ് എന്നൊക്കെ ഇടയ്ക്ക് പറയും. പക്ഷെ അതേ ആൾ തന്നെ നെഗോഷിയേഷനെ കുറിച്ച് പറയും. ഇന്ന് അൽ ജസീറയിൽ പിന്നെ ഒരു ഇറാനിയൻ എക്സ്പേർട്ടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അവരുടെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. ഒരു ലേഡിയാണ്, അവരതിൽ പറയുന്നത് വെച്ചാൽ ഈ ആങ്കർ ചോദിക്കുകയാണ് നെഗോഷിയേഷനെ കുറിച്ച്, ആ ഒരു ഡിപ്ലോമാറ്റിക് ലൈൻ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അവർ പറയണ ഒരു മെൻ്റലി നോർമൽ അല്ലാത്ത ഒരാളായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഒരു ഡിപ്ലോമാറ്റിക് ഡിസ്കഷന് പോവുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അവസ്ഥ ഇതിലൊരു ഡിപ്ലോമാറ്റിക് റോൾ എടുക്കാനും പറ്റുന്നില്ല, ഒരു മിലിറ്ററി റോൾ എടുക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് മിലിറ്ററി റോൾ എടുക്കാൻ പറ്റാത്തത്? അവിടെ ദേ ആർ ഡിവൈഡഡ് ഹൗസ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇതിനെതിരാണ്, JD വാൻസ് ഇതിനെതിരാണ്. ഈ ഏടാകൂടത്തിന് പോയി തലവെച്ച് കൊടുക്കരുതെന്ന് ശക്തമായ അഭിപ്രായം പുള്ളിക്കുണ്ട്. ഈ റിപ്പബ്ലിക്കൻ ക്യാമ്പിലെ അഭിപ്രായമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ 2003 നിന്ന് ഈ 2025 അത്രയും സഞ്ചരിക്കുവാൻ ലോകത്തിന് സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായുള്ള കാര്യമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ, ശാക്തിക ഘടനയിൽ പതിയെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. ആ ഒരു മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്ന കാര്യം കൂടിയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടികൾ. ഇറാൻ ഇപ്പം ഇന്ത്യയിലെ ഈ മിത്രങ്ങളല്ലാതെ, സംഘീയ പ്രൊഫൈലുകളല്ലാതെ ലോകത്ത് കാര്യങ്ങൾ കാണുന്ന എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞു. ഇറാൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് അത് പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. ഇത് ഇസ്രായേൽ പ്രതീക്ഷിച്ചതല്ല, അമേരിക്ക പ്രതീക്ഷിച്ചതല്ല, ലോകം തന്നെയും പ്രതീക്ഷിച്ചതല്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഈ സർപ്രൈസ് അറ്റാക്ക് ഉണ്ടല്ലോ, ഇവരുടെ കേണൽസിനെയും മിലിറ്ററി ലീഡർഷിപ്പിനെയൊക്കെ കൊന്നുകളഞ്ഞത് ഇറാൻ
തകർന്നു പോയി അല്ലെങ്കിൽ ഇറാൻ സ്തംഭിച്ചു പോയി എന്ന് കരുതിയവരാണ് ഈവൻ ഇറാൻ അനുകൂലിക്കുന്ന ആളുകൾ പോലും. പക്ഷേ വിതിൻ ഡേയ്സ് ഇറാൻ ആ ഒരു സംഗതി തിരിച്ചു പിടിക്കുന്നതും അവർ ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നതാണ് നമുക്ക് കാണുന്നത്. എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ അവർ അനുഭവിച്ചിട്ടില്ലാത്ത, അവർ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങൾ അവരുടെ തെരുവുകളിൽ സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നുള്ള അമേരിക്കൻ മിലിറ്ററി എക്സ്പേർട്സ് പോലും ടെലിവിഷനിൽ വന്ന് പറയുന്നു. അത് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് കട്ടായം പറഞ്ഞ് അർമാദിക്കുന്ന ഒരു കൂട്ടരേ ലോകത്തുള്ളൂ. അത് നമ്മുടെ നാട്ടിലെ മിത്രങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു ഡിപ്ലോമാറ്റിക് ലെവലിലാണെങ്കിലും ഒരു പബ്ലിക് പെർസെപ്ഷൻ്റെ ലെവലിലാണെങ്കിലും ആൻഡ് മിലിറ്ററി ലെവലിലാണെങ്കിലും ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. ആ ഷിഫ്റ്റ് അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇറാൻ ഇസ്രായേൽ ഈ ഫേസ് ഓഫിനെ നമ്മൾ കാണേണ്ടത്. അത് ഒരു പുതിയൊരു ലോകക്രമത്തിലേക്ക്, വേറൊരു ലോക സംവിധാനത്തിലേക്കുള്ള ഒരു ത്രഷോ, അതിൻ്റെ എന്താണ് ഒരു എൻട്രി പോയിൻ്റ് ആയിട്ടാണ് ഞാൻ ഈ സംഭവത്തെ, ഈ പുതിയ സംഗതിയെ കാണുന്നത്. ജെയിംസ്, ഇവിടെ ഒരു ശേഷി അളക്കൽ കൂടി നടക്കുന്നുണ്ട്. അതായത് ഇറാൻ ഇപ്പം മുഴുവൻ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ പലയിടത്തും വരുന്നുണ്ട്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. ഒപ്പം തന്നെ ആരൊക്കെ കൂടെ നിൽക്കുന്നു, ഏതൊക്കെ തരത്തിൽ. ഇപ്പം അമേരിക്കയുടെ ഇടപെടൽ നമ്മൾ കണ്ടു, പലതവണയായിട്ട് അഭിപ്രായങ്ങൾ മാറി മാറി പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഉള്ള ചർച്ചകൾ എവിടെ ചെന്ന് അവസാനിക്കും? ഇതിങ്ങനെ അമേരിക്കയുടെ അഭിപ്രായം മാറി മറിയല്ല ചെയ്യുന്നത്. അവർക്കൊരു ആംബിഗ്വിറ്റി, അവ്യക്തതയുണ്ട് ചില കാര്യങ്ങളിൽ. ആ വ്യക്തതയാണ് ഇപ്പോൾ ഈ 2 ആഴ്ചത്തെ ഡെഡ് ലൈൻ ട്രംപ് പറയുന്നതിന് പിന്നിൽ നിന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഒന്ന് നോക്കുക, ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് വേറൊരു രാജ്യത്ത് പോയി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ധാർമ്മികമായ ഒരു പ്രശ്നവുമില്ല. അവർ വിയറ്റ്നാമിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, ഇറാഖിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. പലയിടത്തും അവർക്ക് തിരിച്ചടികളുണ്ടായിട്ടുണ്ട്. അവർക്ക് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ധാർമ്മികമായി, ഇപ്പോൾ ഇന്ത്യ പുറത്തു പോയി യുദ്ധം ചെയ്യാറില്ല. ഇന്ത്യയുടെ ഒരു വാല്യൂ ആണ്, ഒരു നാഷണൽ വാല്യൂ ആണ്. നമ്മളെ പുറത്തു പോയി വേറെ ആരെ ആക്രമിക്കാറില്ല എന്നുള്ളൊരു നാഷണൽ വാല്യൂ ആണ്. അങ്ങനെ ഒരു വാല്യുള്ള രാജ്യമല്ല അമേരിക്ക. അമേരിക്ക വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ത്രെറ്റാണെന്ന് തോന്നുന്ന ആരെയും കൊന്നുകളയും, ഏത് രാജ്യത്തെ ആക്രമിക്കുക, അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. അത് അവർക്ക് വിശദീകരിച്ചാൽ മതി കോൺഗ്രസിനോട്, നമുക്ക് ഇന്ന ത്രെറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറാനെ ആക്രമിക്കാനാണെങ്കിൽ ട്രംപിന് പറയാം, എന്നെ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചവരാണ് ഇവർ. അങ്ങനെ ഒരു കേസുണ്ട് അമേരിക്കയിൽ. ട്രംപിനെ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, ഒരാളെ പിടിയിലായി, ആ പിടിയിൽ അയാൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ട്രംപിനെ കൊല്ലാൻ എന്ന് പറഞ്ഞൊരു കേസ് നിലവിലുണ്ട്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ്റെ സമയത്ത് അതിന് വെടിയേറ്റതൊക്കെ ഇറാൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന നറേറ്റീവ് ഉണ്ടാക്കുകയാണ് ട്രംപ് ചെയ്തത്. അങ്ങനെ പറയാം. അതല്ലെങ്കിൽ ഇറാൻ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഭീഷണിയാണ്, എന്തെങ്കിലും കാരണം പറഞ്ഞ് ആക്രമിക്കാം. ഒന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഇത് 4.5 കോടി ജനസംഖ്യയുള്ള 2 രാജ്യങ്ങളാണ്. ഇറാൻ 1979 മുതൽ ഇറാൻ വിപ്ലവത്തിന് ശേഷം തന്നെ അമേരിക്കയുടെ കണ്ണിലെ കരടാണ്. 440 ദിവസത്തോളം നീണ്ടുനിന്ന ഒരു കോൺസുലേറ്റ് ഹോസ്റ്റേജ് ഉണ്ട്. അമേരിക്കൻ ജീവനക്കാരെ തടങ്കലിലാക്കി വെച്ച് വിപ്ലവത്തിന് ശേഷം. അതിനുശേഷമാണ് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ മോചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളെന്ന് പറയാവുന്ന ഒരു 70 മുതൽ ശത്രു രാജ്യങ്ങൾ, സോവിയറ്റ് യൂണിയന് ശേഷം ശത്രു രാജ്യങ്ങൾ എന്ന് പറയാവുന്നത് ക്യൂബ, വെനസ്വേല, ഇറാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ്. അത് പരസ്യമായി നോർത്ത് കൊറിയ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റെട്ടറിക്കലി അമേരിക്കയെ ഏത് സമയവും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ പെട്ടതാണ് വെനസ്വേലയും ഇറാനും. ഹ്യൂഗോ ഷാവേസും അഹമ്മദി നജാദ് എന്ന് പറഞ്ഞ ഇറാൻ്റെ പ്രസിഡന്റ് UN അമേരിക്കയെ ബിഗ് സാത്താൻ എന്ന് വിളിച്ചിട്ടുണ്ട് പരസ്യമായി. നിങ്ങളുടെ കയ്യിൽ ബ്ലഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ അതിനിശ്ചിത വിമർശനങ്ങൾ ഉയർന്ന 2 രാജ്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കാത്തത്? ഇപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിലും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് താല്പര്യങ്ങളാണെങ്കിലും ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടുത്തെ ഒരു റെഷീം ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു. എന്തുകൊണ്ടാണ് ഇറാഖിനെ ആക്രമിച്ചിട്ടും ഇറാനെ ആക്രമിക്കാതെ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനിലാണ് ഈ ട്രംപിൻ്റെ 2 ആഴ്ചത്തെ ഡെഡ് ലൈൻ കിടക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം ഇറാനെ പറ്റി അമേരിക്കയ്ക്കും ലോകത്തിനും അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അറിയാൻ പാടില്ല എന്നറിയാവുന്ന കാര്യങ്ങളുണ്ട്. നോൺ അൺനോൺ എന്ന് പറയും. തങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നറിയാം. ഈ അറിയാൻ പാടില്ല എന്നറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇറാൻ്റെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. അവർക്ക് മിസൈൽ ടെക്നോളജി അവരുടെ വളരെ നന്നായിട്ട് മിസൈൽ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് എന്നവർ അറിയാം. അവരുടെ പലതരത്തിലുള്ള മിസൈൽസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ വ്യാപ്തി എത്രയാണ് എന്ന് അമേരിക്കയ്ക്കോ ലോകത്തിനോ കൃത്യമായി അറിയില്ല. അതറിയില്ല എന്ന് നമുക്ക് മനസ്സിലായപ്പോഴാണ് ഇസ്രായേലിലേക്ക് ഹൈപ്പർസോണിക് മിസൈൽ വന്ന് വീഴുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതുവരെ ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അയൺ ഡോമിന് തടുക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ. പക്ഷെ അതങ്ങനെയല്ല. അവർ അതിൻ്റെ ഒരു ട്രെയിലറാണ് നമ്മൾ കണ്ടത്. ഇനിയും ഒരു ആക്രമണം ഉണ്ടായാൽ തടയാനുള്ള മിസൈൽസ് അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ അവരുടെ മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിച്ചു, അവരുടെ മിസൈൽ ഫാക്ടറികൾ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് അത് വെരിഫൈഡ് വാർത്തകളല്ല, അവരുടെ ക്ലെയിം മാത്രമാണ്. എന്താണ് നശിപ്പിച്ചത്, അവരുടെ എത്ര ശേഷി നശിപ്പിച്ചു എന്ന വിവരങ്ങൾ ആരുടെയും കയ്യിലില്ല.
ഇപ്പം ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ ആക്രമണം നടത്തി. ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ ആക്രമണം നടത്തിയാൽ വിത്തിൻ 3 വീക്സ് 3 ആഴ്ചയ്ക്കുള്ളിലെങ്കിലും അവർക്കത് തിരിച്ചെടുക്കാൻ കഴിയുന്നത്ര ഡാമേജസ് അവിടെ ഉണ്ടായിട്ടുള്ളൂ. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ മിലിറ്ററി ക്യാപ്പബിലിറ്റിയെക്കുറിച്ചുള്ള ചില അറിവില്ലായ്മകൾ. ആ അറിവില്ലായ്മ അതറിയില്ല എന്നുള്ളത് അമേരിക്കയ്ക്കും ലോകരാജ്യങ്ങൾക്കും അറിയാം. മറ്റൊന്ന്, ഇനി ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാനെതിരെയുള്ള വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഏറ്റവും വലിയ ആരോപണം അവർ പ്രോക്സി വാർ നടത്തുന്നവരാണ്. ഇപ്പോൾ ഹിസ്ബുള്ളയെ അവർ ഫണ്ട് ചെയ്യുന്നു, ആയുധം കൊടുക്കുന്നു, ഹൂത്തികൾക്ക് ആയുധം കൊടുക്കുന്നു, ഹമാസിനെ പൊളിറ്റിക്കലി സഹായിക്കുന്നു. ഇതൊരു ആരോപണമാണ്. ഇത് വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ ഇന്ത്യയിലിരുന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഒരു വെസ്റ്റേൺ കൺട്രിയിലോ ഇസ്രായേലിലോ അമേരിക്കയിലിരുന്ന് ചിന്തിക്കുമ്പോൾ അവരാലോചിക്കുന്നത് എന്താണ്? ഇറാൻ ഇസ്രായേലിനെ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന് ഒരതിർത്തിയിൽ ലബനാനിൽ ഹിസ്ബുള്ള, ഒരു വശത്ത് ഹൂത്തികൾ, ഇവിടെ ഹമാസ്, ഇതിനെല്ലാം ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോൾ അത് ശരിയാണല്ലോ, ഇങ്ങനെ നറേറ്റീവ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ്. ഇങ്ങനെ പ്രോക്സികളെ സഹായിക്കുന്നു ഇറാൻ എന്നുള്ളത് അമേരിക്കയ്ക്കും വെസ്റ്റേൺ കൺട്രീസിനും അറിയാം. പക്ഷേ അതിൻ്റെ വ്യാപ്തി എത്രയാണെന്നുള്ളത് അവർക്ക് അറിയില്ല. അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് അറിയാത്തതിൻ്റെ കാരണം ഈ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എലീറ്റ് ക്ലാസ് സൈനിക വിഭാഗമുണ്ട്. ആ സൈന്യം ഒരു ഐഡിയോളജിക്കൽ സൈന്യമാണ്, വെറുതെ ഒരു സൈന്യമല്ല. അത് ഇറാൻ വിപ്ലവത്തിൻ്റെ മൂല്യങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ആ സൈന്യത്തിൻ്റെ റാങ്ക് ആൻഡ് ഫയൽ എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഖാസിം സുലൈമാനിയെ കൊല്ലുന്നു, അത് വലിയ തിരിച്ചടിയായിട്ട് അവർക്ക് തോന്നി. ഖാസിം സുലൈമാനിയെ കൊന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് അതൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. അവർ പ്രസിഡന്റ് പോയി കഴിഞ്ഞാൽ പുതിയ പ്രസിഡന്റ് വരുന്നു, ഒരു കമാൻഡറെ കൊന്നു കഴിഞ്ഞാൽ പുതിയ കമാൻഡർ വരുന്നു. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ആൻഡ് ഫയൽ എങ്ങനെയാണ്? IRGC അതിൻ്റെ റാങ്ക് ആൻഡ് ഫയൽ എങ്ങനെയാണ്? അവരെങ്ങനെയാണ് അത് റീപ്ലേസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ വെസ്റ്റേൺ കൺട്രീസിനില്ല. അതുപോലെ തന്നെ ഈ IRGC ഈ പ്രോക്സികളുമായിട്ടുള്ള ബന്ധമുണ്ടെന്നറിയാം. ആ ബന്ധമുണ്ടെന്ന് അറിയാവുമ്പോൾ പോലും അതിൻ്റെ വ്യാപ്തി എത്രയുണ്ട്, അവരുടെ കയ്യിൽ എത്ര ആയുധമുണ്ട്, ഇവരെങ്ങനെയാണ് അവർക്ക് അത്ര ആയുധങ്ങൾ എത്തിക്കുന്നത്, ഇവരെത്ര ഫണ്ട് ചെയ്യുന്നുണ്ട്, ഇതല്ലാതെ അറിയപ്പെടാത്ത പ്രോക്സികളുണ്ടോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൂത്തിയുണ്ട്, ഹമാസ് ഉണ്ട്, ഹിസ്ബുള്ള ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഇനി അറിയപ്പെടാത്ത, ഉദാഹരണത്തിന് സിറിയയിൽ ബഷാർ അൽ അസദിന് വേണ്ടിയുള്ള ഒരു പാരാമിലിറ്ററി വിങ് തന്നെ ഇറാൻ അനുകൂലമായിട്ടുണ്ട്. അവരിപ്പോഴും എവിടെയും പോയിട്ടില്ല. അവിടെ റെജീം ചേഞ്ച് നടന്നിട്ടും ആ മിലീഷ്യ അവിടെ തന്നെ ഉണ്ടാവും, ആ ആയുധങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. ഇനി മറ്റേതെങ്കിലും രാജ്യങ്ങളിലുണ്ടോ, കുർദ് മേഖലകളിലുണ്ടോ, വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലുണ്ടോ, ഇതൊന്നും അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളില്ല. മറ്റൊരു കാര്യം, ഈ ഇറാൻ ജനതയെക്കുറിച്ചുള്ള അറിയാവുന്ന അറിവില്ലായ്മയാണ്. ഇപ്പോൾ ഇറാൻ ജനതയെക്കുറിച്ച് നമ്മളൊരു 10 വർഷമായിട്ട് ഇറാൻ പൊളിറ്റിക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ച് അവിടെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഒന്ന്, ഈ മത പോലീസിങ് എന്ന് പറയുന്ന കാര്യങ്ങൾക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. ആ മത പോലീസിങ് ഇറാൻ പിൻവലിച്ചു ആ പ്രൊട്ടസ്റ്റിനെ തുടർന്ന്, അത് വേറെ കാര്യം. പക്ഷേ ഭരണകൂടം നിരന്തരം ഉപരോധങ്ങൾ നേരിടുന്ന ആ ജനം നമ്മൾ ഇറാനെ പറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം 9 കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണ്. ഇസ്രായേലിൻ്റെയൊക്കെ എത്രയോ മടങ്ങ്, 10 മടങ്ങ് വലിപ്പമുണ്ട് അതിന്. ഇനി അവിടെയുള്ള 9 കോടി ജനങ്ങളിൽ 75% ജീവിക്കുന്നത് നഗരങ്ങളിലാണ്. അതായത് ഹൈ അർബനൈസേഷനുള്ളൊരു രാജ്യമാണ് ഇറാൻ. ഹൈ അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് വലിയ തോതിൽ എക്കണോമിക്കലി ആക്റ്റീവാണെന്ന് കൂടിയാണ് അർത്ഥം. മറ്റൊന്ന്, ഈ ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും വിദ്യാസമ്പന്നരായ സാക്ഷരരായ ഒരു ജനങ്ങൾ. നമ്മൾ ഇറാനെ പറ്റി, ഇറാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് പെട്ടെന്ന് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിലെ ഈ ഗോത്രമേഖലയും ഇറാഖിലെ ട്രൈബ്സും ഒക്കെയാണ് ഓർമ്മ. അങ്ങനെയല്ല, വളരെ പരിഷ്കൃതരായ, വളരെ വിദ്യാസമ്പന്നരായ, ലോകവുമായി കണക്റ്റഡായ, ഇപ്പോൾ ചൈനയിലെ പോലെയുള്ള ഇൻ്റർനെറ്റ് കട്ടൊന്നുമല്ല അവിടെ. അവർ ഇൻ്റർനെറ്റ് വഴി ലോകവുമായി സംസാരിക്കുകയും ലോകവുമായി സംവദിക്കുകയും ചെയ്യുന്ന ഒരു ജനമാണ്. അവർ അവരുടെ ഡയസ്പോറ ലോകത്ത് പല സ്ഥലത്തുമുണ്ട്. അവർക്ക് ഈ ഭരണകൂടത്തോട് വിയോജിപ്പുള്ളപ്പോൾ പോലും അവരെ യോജിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകം ഞങ്ങൾ പേർഷ്യനാണെന്നുള്ളതാണ്. ഈ പേർഷ്യൻ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. ആ ഐഡൻറ്റിറ്റി കൊണ്ടാണ് ഇവരെ ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തത്. ഇപ്പോൾ നെതന്യാഹു പറയുന്നു, നിങ്ങൾ തെരുവിലിറങ്ങൂ, ഭരണകൂടത്തെ നമ്മൾ വീഴ്ത്താമെന്ന് പറയുമ്പോൾ അവർ അത് ചെയ്യാത്തതിൻ്റെ കാരണം, ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നു? ഭരണകൂടത്തെ പിന്താങ്ങുന്നു, അവർ രാജ്യത്തെ സംരക്ഷിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ആ ഭരണകൂടത്തോട് പൂർണ്ണമായും യോജിപ്പുള്ളതുകൊണ്ടല്ല, അവർ ആ പേർഷ്യൻ പ്രൈഡിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഈ വെസ്റ്റേൺ വേൾഡിനെ അമേരിക്കയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇറാൻ, ഇറാഖ്, സിറിയ, ലിബിയ എന്നൊക്കെ ഇങ്ങനെ ഓടെ പറഞ്ഞു പോകും. ഇറാൻ എന്ന് പറയുന്ന ഒരു അറബ് രാജ്യമേ അല്ല. അവർക്ക് ഒരു അറബ് ഐഡൻറ്റിറ്റിയേ ഇല്ല. അവർ അറബ് കൾച്ചറിലോ അറബുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ അവർ അഭിമാനിക്കുന്നവരല്ല. അവർക്ക് വേറെ തന്നെ ഒരു സിവിലൈസേഷനാണ്, അവർ വേറെ തന്നെ ഒരു രാജ്യമാണ്. അതും സൈറസ് എന്ന് പറയുന്ന BC കാലത്ത് ജീവിച്ചിരുന്നൊരു ചക്രവർത്തിയെക്കുറിച്ച് ഇപ്പോഴും അഭിമാനപൂർവ്വം സംസാരിക്കുന്നവരാണ് ഇറാനിയൻ പീപ്പിൾ. അതായത് അവരുടെ കൾച്ചർ എന്താണ്, അവരുടെ പൊളിറ്റി എന്താണ്, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലായ്മ എന്നല്ല, കൃത്യമായ ധാരണയില്ലായ്മ, മിസ്കാൽക്കുലേഷൻസ് ഇറാനെ പറ്റി ഉണ്ടാകുന്നു. അതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ റെജീം ചേഞ്ച് നമ്മളിപ്പോൾ തന്നെ മാറ്റും, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് സറണ്ടർ എന്നൊക്കെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പറച്ചിൽ മാത്രമാവുന്നത്. നടക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് ട്രംപിന് പോലും അറിയാം. അതുകൊണ്ടാണ്.
അപ്പോൾ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള ചില അൺനോൺ കാര്യങ്ങളുണ്ട് ഇറാനെ പറ്റി, ലോകത്തിന് കൃത്യമായ ധാരണയില്ലാത്ത കാര്യങ്ങൾ ആണ് അവരെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു ഈ 2 ആഴ്ച കഴിഞ്ഞാലും ട്രംപ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല.